കഴിഞ്ഞ ദിവസമാണ് RSS നേതാവ് C സദാനന്ദനെ വിശിഷ്ട വ്യക്തിത്വമാക്കി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. ഈ വാർത്ത വന്ന സമയം മുതൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിനു മുമ്പ് ആരാണ് C സദാനന്ദൻ എന്നറിയണം. 1990 കാലത്തെ RSSന്റെ ക്രിമിനൽ നേതാവ് ജനാർദ്ദനൻ എന്നയാളുടെ മക്കളെ അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ സദാനന്ദൻ ബാലഗോകുലത്തിന്റെ പരിപാടിക്ക് കൊണ്ടുപോകുന്നു. ജനാർദ്ദനൻ ഇത് ചോദ്യം ചെയ്യുന്നു. പിന്നീട് ജനാർദ്ദനനെ സദാനന്ദന്റെ നേതൃത്വത്തിൽ വെട്ടിയും കുത്തിയും കമ്പിപ്പാരയ്ക്കടിച്ചും കൊലപ്പെടുത്തുവാനുള്ള ശ്രമം. CPIM ബ്രാഞ്ച് സെക്രട്ടറിയും കല്ലുകുത്തു തൊഴിലാളിയുമായിരുന്നു ജനാർദ്ദനൻ. എന്നെ രണ്ട് മക്കളിരുന്ന് അവൻ്റെ സ്കൂളിൽ പോകുന്നുണ്ട്. ആ സ്കൂളിൽ പോയിട്ട് പോകുന്ന സമയത്ത് ഈ കൃഷ്ണജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഈ രണ്ട് കുട്ടികളെയും കൂട്ടിക്കൊണ്ടുപോയി. വൈകിട്ട് 4 മണിക്ക് സമയത്ത് ഇവിടെ വന്നപ്പോൾ മക്കളെ കാണാതുകൊണ്ട് അന്നേരം ഉള്ളത് ഇവിടെ അമ്മയോട് ചോദിച്ചു. അമ്മയെന്ന് പറഞ്ഞാൽ അത് അവർ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് എടുത്ത് പോയതാണ്, ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സംഗതി എൻ്റെ മനസ്സിലോടി മറ്റേതായിരിക്കണം. കാരണം ഞാൻ അവനോട് ചോദിച്ചു, പിന്നെ സാധനം നീ ഒരു മാഷല്ലേ, നീ ചെയ്യേണ്ട പണിയാ ഇത്, കുട്ടികളെല്ലാം കൂട്ടിക്കൊണ്ടുപോയിട്ട് പരിപാടിക്കാക്കിയിട്ട് പോകാൻ എനിക്ക് എല്ലാം ചോദിച്ച പരിപാടിയാണെന്ന് ചോദിച്ചു. അതാണ് ഞാൻ പറഞ്ഞ വാക്ക്. അത് പറഞ്ഞപ്പോൾ അവനത്ര പിടിച്ചിട്ടില്ല. RSS ആക്രമണത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് അദ്ദേഹം. അന്നു മുതൽ ഇന്നുവരെ പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജീവിതം. ആ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കാലിന് സ്വാധീനം നഷ്ടപ്പെട്ടു. PM ജനാർദ്ദനെ 2 കാലും വെട്ടി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ പ്രതിയുമായിരുന്നു സദാനന്ദൻ. അതുകൊണ്ടും തീരുന്നില്ല. 1995 ജനുവരി 25 രാത്രി SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ കൗൺസിൽ മെമ്പറുമായിരുന്ന KV സുധീഷിന്റെ അച്ഛനെയും അമ്മയും പിടിച്ച് കെട്ടിയിടുകയും അവരുടെ മുന്നിൽ വെച്ച് സുധീഷിനെ 37 തവണ വെട്ടി ക്രൂരമായി കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഈ സംഭവത്തെ തങ്ങളുടെ പ്രവർത്തകരുടെ സ്വാഭാവികമായ പ്രതികരണമെന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ് സദാനന്ദൻ ചെയ്തത്. ഈ ക്രിമിനലിനെയാണ് വലതുപക്ഷ മാധ്യമങ്ങൾ വാനോളം പുകഴ്ത്തി വാർത്ത നൽകിയത്. മാധ്യമ മുതലാളിമാരുടെ വാക്കും കേട്ട് എത്ര വെളുപ്പിച്ചാലും സദാനന്ദൻ RSSന്റെ ക്രിമിനൽ അല്ലാതെയാകുകയില്ല. RSS ബോംബേറിൽ കാലു നഷ്ടപ്പെട്ട ഡോക്ടർ അസ്നയുടെ വിവാഹം അടുത്തിടെയാണ് കഴിഞ്ഞത്. അന്ന് 6 വയസ്സ് മാത്രമായിരുന്നു അസ്നയുടെ പ്രായം. ഡോക്ടർ അസ്നയുടെ വിവാഹ വാർത്ത കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും നൽകി. എന്നാൽ എവിടെയെങ്കിലും ഒരിടത്ത് RSS ആക്രമണത്തിൽ കാലു നഷ്ടപ്പെട്ട എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. എല്ലാവരും നൽകിയത് കണ്ണൂരിൽ ബോംബാക്രമണത്തിൽ എന്നു മാത്രം. അസ്നി ഒരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമായിരുന്നു. എന്നിട്ടും വിവാഹത്തിൽ പങ്കെടുത്ത ഷാഫി പറമ്പിലിട്ട പോസ്റ്റിൽ പോലും RSS എന്നില്ല. എന്നാൽ സദാനന്ദന്റെ വാർത്ത നൽകിയപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരെടുത്തു പറഞ്ഞ് അവർ ആ വാർത്ത ആഘോഷമാക്കുകയായിരുന്നു. ടീച്ചറെന്നും മാസ്റ്ററെന്നും ചേർക്കാൻ സ്റ്റൈൽ ബുക്ക് നോക്കുന്ന മാധ്യമങ്ങൾക്ക് സദാനന്ദൻ മാസ്റ്ററായിരുന്നു. വലതുപക്ഷ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പുകൾ വ്യക്തമാക്കുന്നതാണ് ഈ ഒരു വാർത്ത അവതരിപ്പിച്ച രീതിയും അതിനു നൽകിയ അമിത പ്രാധാന്യവും. BJP അധികാരത്തിലേറിയ ശേഷം രാജ്യസഭാ നാമനിർദ്ദേശങ്ങളിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. മോദിയെയും BJPയെയും പുകഴ്ത്തുന്നവർക്കാണ് പ്രഥമ പരിഗണന. കല, ശാസ്ത്രം, സാഹിത്യം, കായികം തുടങ്ങി വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച് രാജ്യത്തിന്റെ അഭിമാനമായവരെ രാജ്യസഭയിലേക്ക് നേരിട്ട് നാമനിർദ്ദേശം ചെയ്യുന്നതാണ് കീഴ്വഴക്കം എന്നിരിക്കെയാണ് കറകളഞ്ഞ ഒരു RSS നേതാവിനെ രാഷ്ട്രപതി രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്.